ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മൾ ഇങ്ങനൊരു സ്പോട്ടിൽ നിന്ന് കണ്ട നല്ല പുഷ്പം കാണാൻ തോന്നുന്നു അല്ലേ? നല്ല വൈറ്റ് ഫ്ലവേഴ്സ് കണ്ട ഉള്ളൊരു സ്പോട്ടിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ കൂട്ടത്തിലുള്ള ഇന്ന് ഉള്ള നമ്മുടെ ഗസ്റ്റ് ഇതാണ്. ഓക്കെ, ഇവിടെയാണ് ഇന്ന് പ്രസൻ്റ് ആയിരിക്കുന്ന ലൊക്കേഷൻ ഇതാണ്. നമ്മുടെ ടെറൈൻ ഇങ്ങനെയാണ്. ടെറൈൻ വളരെ ഹാർഡായിട്ടുള്ള ടെറൈനാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആന വരുന്ന സ്ഥലമാണ്. ആന വരികയാണെങ്കിൽ നമ്മൾ ആനയ്ക്ക് വഴി മാറി കൊടുക്കും, എന്നിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. ഓക്കെ, ഇങ്ങനെ ഇരിക്കാം അല്ലേ? ഇവിടെ ഇരിക്കാം. ലൈറ്റൊക്കെ കറക്റ്റായിരിക്കും. ഓക്കെ, നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യാം. നല്ല വിട്ട് വിട്ട് വിട്ടു 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 നല്ല സെറ്റാക്കാം അല്ലേ? നോക്കട്ടെ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓൾ സെറ്റ്. പിന്നെ എന്തൊക്കെയുണ്ട് ജിനിയ വിശേഷം? നല്ല വിശേഷം. നമ്മൾ കുറച്ചും കൂടി സ്റ്റാൻഡ് താഴ്ത്തി വെക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു അപ്പർ വ്യൂ കിട്ടും. ഞാൻ വെക്കാം അങ്ങനെയല്ല. ഇത് കണ്ട, ഇന്നലെ നല്ല മഴയും കാറ്റും ഇടിയും മിന്നലൊക്കെ ആയിട്ടേ പ്രകൃതി മൊത്തത്തിലൊന്ന് മാറി. ആ വരണ്ടടങ്ങിയ ആ ഒരു പ്രദേശം കംപ്ലീറ്റ് നല്ല നനഞ്ഞ് സീനറി. ഓക്കെ ഓക്കെ, യെസ്, അതൊരു ബെറ്റർ സീനറി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു നല്ലൊരു സീനറി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷേ ഈ സീനറി നമ്മളൊന്നും ചെയ്തിട്ട് അവിടെ ഉള്ളതല്ല. നമ്മൾ ജസ്റ്റ് ക്യാമറ ഫോക്കസ് ചെയ്ത് നമ്മൾ കണ്ണൊന്ന് നോക്കിയപ്പോൾ ആഹാ കൊള്ളാം, എന്നിട്ട് നമ്മളിത് ആസ്വദിക്കുകയും കൊള്ളാം, കുഴപ്പമില്ല, നമ്മളത് ആസ്വദിക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. അപ്പോൾ ആസ്വദിക്കുക എന്നുള്ളൊരു ഭാഗമാണ് അവിടെ വന്നത്. നമ്മളെ നല്ലൊരു റിച്ചായിട്ടുള്ള എക്സ്പീരിയൻസിലോട്ട് കൊണ്ടുപോകണം. പക്ഷേ ഇതിങ്ങനെ നമുക്ക് എല്ലായിടത്തും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ലോകം മുഴുവൻ കറങ്ങി നടക്കേണ്ടി വരും എല്ലായിടത്തും ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണ് പല ആൾക്കാരും കൂടുതൽ കാശുണ്ടാക്കുക, കൂടുതൽ ആൾക്കാരുമായിട്ടുള്ള ബന്ധം, ഇതിനാ ഭയങ്കര പിടിപാടൊക്കെ വേണമെന്ന് പറഞ്ഞത്. വേറെ കാര്യമൊന്നുമില്ല, നല്ല അനുഭവത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ പറ്റുന്ന കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് പോലെ കൊണ്ടുപോകാനാണ് കൂടുതൽ പിടിപാട്, സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധത കൂട്ടി ഒരുപാട് ആൾക്കാരുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് എന്തിനാണ്? എൻ്റെ ആഗ്രഹങ്ങൾ നടത്താനാ. ശരിക്കും വല്ല പിടിപാടുണ്ടോ? നീ ആരടാ നീ ആരടാ എന്ന് ചോദിച്ചാൽ അവൻ ഞാൻ വിചാരിക്കുന്ന പോലെ എന്നെ കൊണ്ടുപോകാൻ പറ്റുന്നത് എൻ്റെ ഒരു കഴിവായിട്ടാണ് അവൻ കാണുന്നത്. അത് കഴിവ് തന്നെയാണ്, കറക്റ്റാണ്. പക്ഷേ ആ കഴിവിനൊരു പ്രശ്നമുണ്ട്. ആ കഴിവ് നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ വിചാരിച്ച പോലെയൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ വിചാരിച്ചതിനപ്പുറത്തോട്ട് ചില കാര്യങ്ങൾ എന്തു വന്നാലും സംഭവിക്കും. ചില കീടാണുക്കളെന്ന് പറയുന്നത് ശരിയല്ല, ചില അണുക്കൾ നമുക്ക് ഇതുപോലെ ആൾക്കാരുടെ സ്വാധീനത്തിലോ പിടിപാടിലോ മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇത് എത്രയൊക്കെ നമുക്ക് ആൾബലം ഉണ്ടെന്ന് പറഞ്ഞാലും ചില അണുക്കൾ, ബാക്ടീരിയ, വൈറസ് ചെറുത്ത് നിർത്താൻ നമ്മൾ ഹെൽപ്പ് ചെയ്യത്തില്ല. നമുക്ക് കുറേ ആൾക്കാരെ
ചേർത്ത് നിർത്താം. അത് നല്ല കഴിവ്, നല്ല ബുദ്ധിയൊക്കെ വേണം അതിന്. അത് നല്ല കാര്യമാണ്. അവിടം വരെയൊക്കെ എത്തിയത് നല്ല കാര്യമാണ്. പക്ഷെ അവിടെ നിന്ന് നമുക്കിപ്പോൾ എന്നിട്ടും പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾ കാണുന്നില്ലെങ്കിൽ അത് ഒരു മണ്ടൻ്റെ മാനസികാവസ്ഥയാണ്. നമ്മൾ കുറേ ആൾക്കാരൊക്കെ ആര് വിചാരിച്ചാലും എൻ്റെ പാർട്ടിയുടെ ബലത്തിൽ ഞാൻ എല്ലാവരും എതിർത്ത് നിൽക്കും. പക്ഷേ ഒരു ചെറിയൊരു പനി വരുമ്പോൾ ഈ പാർട്ടിക്കാരും എന്തോ അവർ വന്നിട്ട് കാര്യമില്ല. പിന്നെ ഡോക്ടർമാരെ കാല് കെട്ടി വീഴുക, അവസാനം നടന്നിട്ടില്ലെങ്കിൽ ഡോക്ടർമാരെ അടിച്ചോടിക്കുക, തല്ലുക. ഇതൊന്നും ഒരു ബുദ്ധിയുടെ ലക്ഷണമല്ല. ഇതൊക്കെ മണ്ടന്മാരുടെ ലക്ഷണമാണ്. കാരണം നമുക്കുണ്ടാകുന്ന പ്രതിസന്ധി നമ്മൾ മറ്റുള്ളവരുടെ തലയെ വെച്ച് കെട്ടുകയാണ്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒന്നാണ്, സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ട് അവളെ ഇഷ്ടപ്പെട്ടു. ഈ സൗന്ദര്യം അവൾ ഉണ്ടാക്കിയതല്ല. അവളുടെ സ്വഭാവം എങ്ങനെ ഇരിക്കുമെന്നുള്ള ഭാഗത്തിന് ഒരു പിടുത്തം ഉണ്ടാകില്ല. അവളുടെ സ്വഭാവം, അവൾക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി എത്രത്തോളം അവൾ കൈവരിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് സ്വഭാവത്തെ കൃത്യമായിട്ട് അനുഭവിക്കുന്നവർ, അങ്ങനെയുള്ളവരുമായിട്ടാണ് ശരിക്കും ബന്ധം വേണ്ടത്. സ്വഭാവത്തെ അവരൊരു കാര്യം വിചാരിച്ചാൽ ഞാൻ വിചാരിച്ചു എനിക്ക് ആ പച്ച സാരി മേടിച്ച് തരണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ മനുഷ്യ. ഇതിനു വേണ്ടിയിട്ടാണ് പല ഭർത്താക്കന്മാരും ഭാര്യയുടെ പച്ച സാരിയോടുള്ള താല്പര്യം, അല്ലെങ്കിൽ ചുവപ്പ് സാരിയോടുള്ള താല്പര്യം, ഭാര്യയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ, അതല്ല ശരിക്കും നമ്മൾ കഴിവെന്ന് പറയുന്നത്. ഞാനിതൊക്കെ വാങ്ങിക്കൊടുത്തു, അതുകൊണ്ട് ഞാൻ നല്ല ഉത്തമനായ ഭർത്താവാണ്. ഈ ഒരു ഭാര്യ ഭർത്താവ് കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കുന്നത്. സമൂഹത്തിൽ കൂടുതലും കാണുന്നത് അങ്ങനെ തന്നെ. അതിൽ കുട്ടികൾ കോമ്പറ്റീഷൻ തുടങ്ങുമ്പോഴെങ്ങനെയാണ് കുട്ടികളുടെ കോമ്പറ്റീഷൻ തന്നെ തുടങ്ങുന്നത്? കുട്ടികളുടെ കോമ്പറ്റീഷൻ ആരംഭിക്കുന്ന മാർക്കിലും മറ്റൊരുത്തിനെ തോപ്പിച്ചു ഞാൻ കേമനാണ്. ഇതിൻ്റെ വിലയിടുന്ന ആരാണ്? മറ്റുള്ളവരാണ്. അവിടെ കുഴപ്പം ഇത്രയേ ഉള്ളൂ. ഈ മാർക്കറ്റിങ് ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സെൽഫ് മാർക്കറ്റിംഗ് ആണ് എല്ലാവരും ചെയ്യുന്നത്. കാരണം ഇത് സുന്ദരിയായ ഒരു പെണ്ണിനെ വളക്കാൻ അതിലാണ് കാര്യം ഇരിക്കണമെന്നാണ്. ഒരു മറ്റൊരാളുടെ ആകർഷണം, മറ്റൊരാളുടെ അറ്റൻഷൻ എങ്ങനെ പിടിച്ച് പറ്റാം എന്നുള്ളടത്താണ് ശ്രദ്ധ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് വൻ നാശത്തിലോട്ടാണ് പോകുന്നത്. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ച് പറ്റുന്നിടത്തല്ല, എനിക്ക് എൻ്റെ അനുഭവത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു അനുഭവത്തെ കൃത്യമായിട്ട് നിരന്തരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു അനുഭവത്തെ കണ്ടെത്തുകയും ആ അനുഭവത്തിൽ തുടർച്ചയായിട്ട് പോകാനായിട്ട് എന്തെല്ലാം ചെയ്യണം. അപ്പോഴാണ് നമ്മളിൽ ശരിക്കായിട്ടുള്ള ആകർഷണ ശക്തിയുടെ മൂല്യം അറിയുന്നത്. പിടിക്കുക. അപ്പോഴാണ് സമാധാനപരമായിട്ട്. ഇപ്പം ജനിയ ഉണ്ടാക്കിയിട്ടുള്ളൊരു അനുഭവമുണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള അനുഭവമുണ്ട്. അതുകൊണ്ട് രണ്ടുപേരുടെ ഉത്തരവാദിത്വം എങ്ങനെയാണ്? രണ്ടുപേരുടെ ഉത്തരവാദിത്വം അവനവൻ്റെ അനുഭവത്തിൽ തുടരുക എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ഒരിക്കലും ക്രോസ് ചെയ്യരുത്. മറ്റൊരാളെ ഒരു കാരണവശാലും അയാളുടെ അനുഭവത്തിൽ കയറി അയാളുണ്ടാക്കിയ അനുഭവത്തിൽ ഒരിക്കലും മറ്റൊരാൾക്ക് ക്രോസ് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കണം. അവർ നമ്മളോട് സഹകരിക്കാൻ. ഇപ്പം നമുക്ക് ഇങ്ങനൊരു ലൊക്കേഷനിലോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ നീ വില്ലിങ്ങായി. അല്ല, നീയാണ് പറഞ്ഞത് നമുക്ക് നടക്കാൻ പോകാമെന്ന്. അപ്പോൾ ഞാൻ വില്ലിങ്ങായി. കാരണം എന്താണ്? ഓക്കെ, രണ്ടുപേരും ക്രിയേറ്റ് ചെയ്യുന്നൊരു എക്സ്പീരിയൻസാണ് അവിടെ. രണ്ടുപേരും, അല്ലാണ്ട് ഒരാൾ നിർബന്ധിച്ച് എനിക്ക് നടക്കാൻ പോകണമെന്നേ, ബാന്നേ എന്നും പറഞ്ഞ് ഇഷ്ടമില്ലാത്ത ഒരാളെ വിളിച്ച് ബലമായിട്ട് കൊണ്ടുപോകുന്നതല്ല കാര്യമിരിക്കുന്നത്. അയാൾക്ക് കൂടി ഇഷ്ടം വരണം. അവിടെയാണ് ശരിയായിട്ടുള്ള ബന്ധം. അപ്പോഴാണ് അത് കാര്യം സംഭവിക്കുന്നത്. അപ്പോൾ സംഭവിച്ചാലേ അതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് ചിലവരൊക്കെ ഉണ്ട്, ഭാര്യ പറയും എൻ്റെ ഭർത്താവ് ഞാൻ പറഞ്ഞ എല്ലാം കേൾക്കും. സത്യത്തിന് തന്നെ കേട്ടില്ലെങ്കിൽ പഞ്ഞിക്കിടും. അതുകൊണ്ട് ഭർത്താവ് വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നു. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നരയിക്കുന്നതുകൊണ്ട് ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അനന്തരഫലമായിട്ട് കുട്ടികൾ കാണുന്നത് എന്താണ്? കുട്ടികൾ കാണുന്നത് ഒരു പപ്പറ്റായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അമ്മയെ മാത്രമേ കുട്ടികൾ ശ്രദ്ധിക്കത്തുള്ളൂ. അമ്മയുടെ കയ്യിൽ കാണുന്നത് എന്താണ്? അമ്മ എല്ലാവരുടെ കാര്യങ്ങളും നിയന്ത്രിക്കുന്നു. അപ്പോൾ ഇവരിൽ കിട്ടുന്ന സ്വഭാവം എന്താണ്? എല്ലാവരെയും നിയന്ത്രിക്കണം. അവിടെ പ്രോപ്പറായിട്ടുള്ള സഹകരണം കുട്ടികൾ കാണത്തില്ല. കുട്ടികൾ ചെറുപ്പം മുതൽ കാണുന്നത് അമ്മയുടെ ഡിക്റ്റേറ്റർഷിപ്പാണ്.
പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഞാനല്ല എൻ്റെ ചേട്ടൻ പറഞ്ഞതേ കേൾക്കത്തുള്ളൂ, ചേട്ടൻ അനങ്ങാണ്ട് മിണ്ടാണ്ടിരുന്നോളൂ. കാരണം ചേട്ടൻ ഇതറിയാം, ഇതെങ്ങാനും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ചേട്ടൻ എന്താ പറയുന്നതെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അതെ, ചേട്ടൻ എന്ത് പറയണമെന്ന് വരെ മുൻകൂട്ടി തീരുമാനിക്കുന്ന ഭാര്യമാരാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ സംവിധാനം ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? അതായത് ഒരു അടിസ്ഥാനത്തിന് സ്ഥാനം കൊടുത്തിട്ടുള്ളതല്ല ഭാര്യ ഭർത്താവ് ബന്ധത്തിൻ്റെ സംവിധാനം. കാരണം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വയലൻസും കാര്യങ്ങളും നടക്കുന്നത് മദ്യം, ലഹരി, മയക്കുമരുന്നിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനൊരു ഭാഗം വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാതലായിട്ടുള്ള പ്രശ്നം എവിടെയാണ് കിടക്കുന്നത്? ഇതാരും അഡ്രസ്സ് ചെയ്യുന്നില്ല. നേരത്തെ മതമായിരുന്നു, ഇപ്പോൾ ശാസ്ത്രമുണ്ട്. ഇങ്ങനെയൊക്കെ സാമൂഹ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന വലിയ വിഷയം ഉണ്ടെങ്കിലും ഈ സാമൂഹ്യമായിട്ടുള്ള അന്തരീക്ഷത്തിലോട്ട് ആൾക്കാർ വരുന്നവിടെ നിന്നാണ് കുടുംബജീവിതത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നിടത്താണ് രണ്ട് വ്യക്തികളുടെ കുറേയും കൂടി സൂക്ഷ്മമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അവനൊരു കോളുണ്ട്, എടുക്കട്ടെ. പോസ്റ്റ് വീഡിയോ